ബിഗ് ബോസിൽ എപ്പോഴും കേൾക്കുന്നൊരു വേർഡാണ്, ഞാൻ റിയലായിട്ടേ നിന്നിട്ടുള്ളൂ, ഞാൻ ഫേക്കായിട്ട് നിന്നിട്ടില്ല, ഞാനായിട്ട് നിന്നിട്ടുള്ളൂ, ഞാൻ അഭിനയിച്ചിട്ടില്ല. പക്ഷേ ഇറങ്ങി കഴിയുമ്പോൾ എല്ലാവരുടെയും തനിക്കുണം പുറത്തു വരും. അതിലേറ്റവും ശ്രദ്ധയായിട്ടുള്ള ഒരാളാണ് അനുമോൾ. അനുമോൾ കള്ളത്തരങ്ങളെ പറഞ്ഞിട്ടില്ലെന്നാണ് പറയുന്നത്. എനിക്ക് പാചകം ചെയ്യാൻ അറിഞ്ഞുകൂടാ. പല വീഡിയോസ് ഇപ്പോൾ പുറത്ത് വരുന്നുണ്ട്. എം ജി ശ്രീയായിട്ടൊരു ഇൻ്റർവ്യൂവിൽ പുറത്ത് വരുന്നുണ്ട്, പാചകം ചെയ്യാൻ അറിയാം. ഇപ്പോൾ പറയുന്ന അനുമോൾ പറയുന്ന അന്ന് ഞാൻ കള്ളം പറഞ്ഞാണ്, ഇന്ന് ഞാൻ കള്ളം പറഞ്ഞിട്ടില്ല. പാചകം ചെയ്യാത്തൊരാൾക്ക് 10-16 പേർക്കൊന്നും വെച്ച് വിളമ്പാൻ പറ്റില്ല. അവർ പറയുന്നത് ഏറ്റവും ടേസ്റ്റായിട്ട് വെച്ച് വിളമ്പിക്കൊണ്ടിരുന്ന അനുമോളാന്ന് പറയുന്നു. അപ്പോൾ അനുമോൾ പറയുന്നത് എനിക്ക് പാചകം ചെയ്യാൻ അറിഞ്ഞുകൂടാ, എനിക്കറിയത്തില്ല, വീട്ടിൽ ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. പിന്നീട് കഷ്ടപ്പെട്ട കഥകൾ പണ്ട് തൊട്ടേ കേൾക്കുന്നതാണ്. അതൊരു ലോജിക്കല്ല. നമ്മുടെ കഴിവ് വെച്ചിട്ടാണ് നമ്മൾ എപ്പോഴും ഫൈറ്റ് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മുടെ പാസ്റ്റ് വെച്ചിട്ട് പറയാനാണെങ്കിൽ ലോകത്തുള്ള ഇന്ത്യയിൽ ജീവിക്കുന്ന എല്ലാവർക്കും കഷ്ടപ്പാട് കേട്ട കഥകൾ മാത്രമേ പറയാൻ കാണത്തുള്ളൂ. കാരണം എല്ലാവരും ഭൂരിഭാഗം ആൾക്കാർ 80-85% ആൾക്കാർ കഷ്ടപ്പെട്ട് തന്നെ ജീവിക്കുന്നത്. പിന്നീടുള്ള PR കാര്യം മോഹൻലാൽ വന്ന് ചോദിക്കുന്നുണ്ട്, PR കൊടുത്തിട്ടുണ്ടോ അനുമോൾ? പറഞ്ഞാൽ ഞാൻ കൊടുത്തിട്ടില്ല ലാലേട്ടാ, ഞാൻ ഇതിലോട്ട് കൊടുത്തിട്ടില്ല. എന്നിട്ട് പറയുന്നത് Instagram അക്കൗണ്ട് ഞാൻ വേറെ ആർക്കും കൊടുത്തിട്ടില്ല, അത് എൻ്റെ ചേച്ചിയാണ് യൂസ് ചെയ്യുന്നത്. PR തന്നെ പറയുന്നുണ്ട് ഞാൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഒട്ടനവധി കള്ളങ്ങൾ വെളിയിറങ്ങിയിട്ട് പറയുന്നത് 1 ലക്ഷം രൂപയാണ് ഞാൻ കൊടുത്തതെന്ന്. 1.5 ലക്ഷം രൂപ ശൈത്യയുടെ അച്ഛൻ്റെ മേടിച്ചു എന്ന് PR തന്നെ പറയുമ്പോൾ ഈ മത്സരത്തിൽ മെയിനായിട്ട് നിൽക്കുന്ന അനുമോളുടെ 1 ലക്ഷം രൂപ മാത്രം മേടിച്ച് അവർ വർക്ക് ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? വളരെയേറെ കള്ളങ്ങൾ മാത്രം പ്രചരിപ്പിച്ചുകൊണ്ടാണ് അനുമോൾ അവിടെ നിന്നിരുന്നത്. എന്തു വേണ്ടി കള്ളങ്ങൾ? ഈ ആദില നൂറയായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് പോലും ഭയങ്കര ഫേക്കാണ്. ഇപ്പം വെളിയിറങ്ങിയതിന് ശേഷം ഏറ്റവും നല്ല സുഹൃത്തിനെ ചോദിക്കുമ്പോൾ ലക്ഷ്മിയുടെ പേരും അഭിലാഷിൻ്റെ പേരും ഒനിയുടെ പേരൊക്കെയാണ് പറയുന്നത്. അവിടെ ഭയങ്കര ആദില നൂറേനെയും കെട്ടിപ്പിടിച്ചാണ് കിടന്നുകൊണ്ടിരുന്നത് മൊത്തം. ഇപ്പോൾ അവരെ വേണ്ട. കാരണം ഞാൻ പറഞ്ഞില്ല, കമ്മ്യൂണിറ്റി ഓടിനെ വശീകരിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയിട്ടുള്ള കുറേ ഉണ്ട്. സൂര്യ നമസ്കാരമൊക്കെ ഇവർ സൂര്യ നമസ്കാരമൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കുടുംബ പ്രേക്ഷകർ ഈ കമൻറ്റ് തന്നെ നോക്കിയാൽ മതി. ടോട്ടലായിട്ട് കമൻറ്റ് എടുത്ത് നോക്കുമ്പോൾ അനീഷ് എന്ന് പറഞ്ഞ് ഇങ്ങനെ മൊത്തം കാണിക്കുമ്പോൾ ഒരു പേജിൽ പോലും അനുമോളില്ല. ഇതെങ്ങനെ ജയിച്ചു എന്നുള്ളത് നമ്മൾ നോക്കണം. കാരണം വോട്ടവകാശം എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ അവകാശങ്ങളിലൊന്നാണ്. ഇനിയെങ്കിലും നമ്മൾ ശ്രദ്ധിച്ച് വോട്ട് ചെയ്യുക.